അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ചരിത്ര പ്രസിദ്ധമായ ഉഹദ് യുദ്ധവും അതിൻ്റെ അനുബന്ധമായി നടന്ന സംഭവങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മൾ പറഞ്ഞ രൂപത്തിലൊക്കെ അവസാനിച്ചു. പക്ഷേ അപ്പോഴും അവിടെ അറേബ്യയിൽ മൊത്തത്തിൽ ഒരു മുഴക്കം ശക്തിപ്പെട്ടിരുന്നു. അത് സ്വാഭാവികമാണ്. ബദറിൽ മുസ്ലിങ്ങൾ ജയിച്ചു, ഐതിഹാസികമായ വിജയം. ഉഹദിലും അവർ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിജയിച്ചു. ഏതായാലും പരാജയപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് കണ്ട് പ്രാദേശിക അല്ലെങ്കിൽ അറാബികൾ അല്ലെങ്കിൽ അറേബ്യയുടെ ദൂരപ്രദേശങ്ങളിലുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള പല കുടുംബങ്ങളും ആ കുടുംബങ്ങളൊക്കെ കണക്ക് കൂട്ടി. ഇങ്ങനെ പോയാൽ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സമൂഹവും അറേബ്യയിലെ ഏറ്റവും വലിയൊരു ശക്തിയായി മാറും. അങ്ങനെ വന്നാൽ അത് നമ്മളെല്ലാം ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ വിടാൻ പാടില്ല എന്ന് തീരുമാനിച്ച പല ആൾക്കാരും, പല കുടുംബങ്ങളും, ആൾക്കാരെന്ന് പറയുന്നതിനേക്കാൾ കുടുംബങ്ങൾ എന്നാണ് പറയേണ്ടത്, കുടുംബങ്ങളും ഇസ്ലാമിനെതിരെ പടച്ചട്ടയണിയുവാൻ തീരുമാനിക്കുകയും അതിനുള്ള നീക്കം നടക്കുകയും ചെയ്തു. ഉഹദ് യുദ്ധം കഴിഞ്ഞ് ഏകദേശം 2 മാസം മാത്രം കഴിഞ്ഞപ്പോഴായിരുന്നു ഇത്തരത്തിൽ ഒരു നീക്കം ബനു അസദ് കുടുംബക്കാർ നടത്തിയത്. അവർ ഒരല്പം വാശിയൊക്കെ ഉള്ള സമൂഹമാണ്. അവരങ്ങനെ ഒരുങ്ങുന്നുണ്ട് എന്നുള്ള വിവരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മസ്ലമ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു 150 അംഗങ്ങൾ വരുന്ന ഒരു സേനയെ അവർക്കെതിരെ നിയോഗിച്ചു. കാരണം അറിയാമായിരുന്നു ബനു അസദ് എന്ന് പറഞ്ഞവർ വാശിക്കാരാണ് എങ്കിലും അവർ അംഗസംഖ്യ താരതമ്യേന കുറവാണ്. ഇപ്രകാരം ചെറിയ ചെറിയ സൈനിക മുന്നേറ്റങ്ങൾ, സൈനിക ദൗത്യ നിയോഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നടത്തേണ്ടി വന്നു ഉഹദ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം. അത് 1, 2, 3 അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അത്ര വലിയ പ്രസക്തമായിരുന്നില്ല. വലിയ ഏറ്റുമുട്ടലോ വലിയ ആയുധപ്രയോഗമോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഹിജ്റ 3-ാം വർഷം പിന്നിട്ടു, 4-ാം വർഷത്തിലേക്ക് കടന്നു. 4-ാം വർഷത്തിലെ സഫർ മാസത്തിൽ അതിദാരുണമായ, ഇപ്പോഴും നമ്മുടെ മനസ്സുകളെ അസ്വസ്ഥമാക്കുന്ന മറ്റൊരു സംഭവം ഉണ്ടായി ഇസ്ലാമിക സമൂഹത്തിൽ. അത് എന്താണെന്ന് വെച്ചാൽ അളൽ, ഖാറ എന്നീ 2 കുടുംബങ്ങളുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ കുടുംബങ്ങളായിരുന്നു അവർ. അവരിൽ അവരുടെ ചില പ്രതിനിധികൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാർ ഒരുപാട് പേർ ഇസ്ലാമിന് അനുകൂലമായി ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ഇസ്ലാം എന്താണ്, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ എന്താണ്, ഇസ്ലാമിൻ്റെ ദർശനങ്ങൾ എന്താണ്, ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരാളോ ഏതാനും ആൾക്കാരോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പാണ്, തീർച്ചയായും ഞങ്ങളുടെ കുടുംബം മുഴുവനും ഇസ്ലാമിലെത്തുമെന്ന്. അത് കേട്ടപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടൊപ്പം ഒരു സംഘം ആൾക്കാരെ, ആ സംഘം എന്ന് പറയുന്നത് ചില അഭിപ്രായങ്ങളിൽ 6 പേർ എന്നുണ്ട്, 9 പേർ എന്നുണ്ട്, 10 പേർ എന്നുണ്ട്. ഏതായിരുന്നാലും 10ഓളം പേര് വരുന്ന ഒരു സംഘം, ആ ഒരു സംഘത്തെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടൊപ്പം നിയോഗിച്ചു. അവരുടെ നേതൃത്വത്തെക്കുറിച്ചും റിവായത്തുകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മർസദ് ഇബിൻ അബു മർസദ് അൽ ഗനവി ആയിരുന്നു അവരുടെ നേതാവ്, അദ്ദേഹത്തിനായിരുന്നു നേതൃത്വം എന്നൊരു അഭിപ്രായമുണ്ട്. ഇമാം ബുഖാരി പറയുന്നതനുസരിച്ച് മഹാനായ ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനായിരുന്നു അവരുടെ നേതൃത്വം എന്നാണ്. എന്തായിരുന്നാലും നേതൃത്വമൊന്നും വലിയൊരു പ്രശ്നമല്ലാത്ത ഒരു ചെറിയ സംഘമാണത്. അതുകൊണ്ട് തന്നെ അവർ പോയി. അവരൊക്കെ തന്നെയും ഖുർആൻ അറിയുന്ന ആൾക്കാരായിരുന്നു, ഖുർആൻ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇസ്ലാമിൻ്റെ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർക്ക് ഒരാളെ നിയോഗിക്കേണ്ടി വരുമ്പോൾ നിയോഗിക്കാവുന്ന ആൾക്കാരായിരുന്നു ആ പറഞ്ഞ ആൾക്കാരൊക്കെ. എന്ന് പറഞ്ഞാൽ അന്നത്തെ സഹാബിമാരുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല, ഏറ്റവും അറിവുള്ളവരായ, ഏറ്റവും തഖ്വയുള്ളവരായ ഒരു സംഘമായിരുന്നു അത്. അതുകൊണ്ടുകൂടിയാണ് അവർക്കുണ്ടായ ദാരുണമായ സംഭവം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നത്. ഏതായിരുന്നാലും അവർ പോയി. അങ്ങനെ പോയി കുറേ അങ്ങോട്ടെത്തി. അവർ ഒരു കിണറ്റിൻ്റെ പരിസരത്തെത്തി. സാധാരണ അപൂർവമാണ് ജലാശയങ്ങൾ,
അപ്പോൾ ആ ജലാശയങ്ങളിൽ പിന്നെ റജിയ എന്ന് പറയുന്ന ഒരു ജലാശയത്തിൻ്റെ അടുത്തെത്തി. വെള്ളം കുടിക്കാനെന്ന ഭാവേന അവിടെ നിൽക്കുമ്പോൾ ആ പ്രദേശം, റജിയ എന്ന പ്രദേശം, അവിടെ ബനു ലഹ്യാൻ കുടുംബക്കാരുടെ ആവാസ കേന്ദ്രമായിരുന്നു അതെന്നാണ്. അപ്പോൾ ബനു ലഹ്യാൻ കുടുംബക്കാരെ ഇവരങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. ആര്? ഈ അളലും കാറയിൽപ്പെട്ട ആൾക്കാർ. ഇവരെ വിളിച്ചു. അപ്പോൾ അവരെല്ലാവരും ഓടിക്കൂടി, ഒരുപാട് ആൾക്കാർ ഓടിക്കൂടി എന്ന് മാത്രമല്ല, അവർ ഈ 10 അംഗ അല്ലെങ്കിൽ 10ഓളം വരുന്ന അംഗങ്ങളുള്ള ഈ സഹാബികളുടെ സൈന്യത്തെ വളയുകയും ചെയ്തു. വളഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു അറിയോ? അപകടം മനസ്സിലായി. അതായത് തങ്ങളെ മദീനയിൽ നിന്ന് ദീൻ പഠിപ്പിക്കാൻ എന്ന പേരിൽ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു ചതിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു പെട്ടെന്ന് തന്നെ ഈ സഹാബിമാർ. അവരെന്ത് ചെയ്തു? ഉടനെ തന്നെ, ആളില്ലല്ലോ, ആളുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്ന് പോരാടാം, ആളില്ലെങ്കിൽ പിന്നെ പിന്നോട്ട് മാറുകയാണ് വേണ്ടത്. അതുകൊണ്ട് പിന്നോട്ട് മാറി തൊട്ടടുത്തുള്ള ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറി. അപ്പോൾ താഴെയുള്ള ആൾക്കാർ വിളിച്ചു പറഞ്ഞു, ദാ നിങ്ങൾ കുന്നിൽ നിന്ന് താഴേക്കിറങ്ങി വരൂ, നിങ്ങൾ താഴേക്കിറങ്ങി വന്നാൽ നിങ്ങൾക്ക് വേണ്ട അഭയം ഞങ്ങൾ നൽകാം. അത് കേട്ടപ്പോൾ സംഘത്തിൻ്റെ നേതാവ് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഇറങ്ങി വരില്ല. പിന്നെ അവിടെ നടന്നത് ഒരു അമ്പ് യുദ്ധമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.